കാലങ്ങളായി കേരളത്തിൽ തുടർന്നു വരുന്ന പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗമാണ് മഴക്കാലത്തെ കർക്കിടക ചികിത്സ. ആയുർവേദത്തിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് കർക്കിടക ചികിത്സ ഉത്തമമായി കരുതുന്നു. ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ശിലകളായി വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളുടെ സന്തുലനാവസ്ഥയെ കണക്കാക്കുന്നു. ഇവയ്ക്ക് മാറ്റമുണ്ടാകുമ്പോൾ ശരീരത്തെ രോഗങ്ങൾ കീഴ്പ്പെടുത്തും. കൂടാതെ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം തുടങ്ങിയ ഋതുഭേദങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഇതിനൊരു കാരണമാണ്. കൊടിയ വേനലിൽ നിന്ന് ശക്തമായ മഴയിലേക്ക് മാറുന്നതോടെ ശരീരബലം കുറയുകയും അതുവഴി നഷ്ടപ്പെടുന്ന പ്രതിരോധശേഷി ആയുർവേദത്തിൻ്റെ ചിട്ടയായ സുഖചികിത്സയിലൂടെ വീണ്ടെടുക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. ആയുർവേദവും കർക്കിടകവുമായുള്ള ബന്ധം നമ്മൾ ധാരാളമായി വായിച്ചറിഞ്ഞിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ആയുർവേദത്തിൽ നിഷ്കർഷിക്കുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമാക്കി തരാൻ നമ്മോടൊപ്പം ഡോക്ടർ ആര്യശ്രീ ഉണ്ട്. ഡോക്ടറോട് ചോദിച്ച് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാവർക്കും ടൈം പാസ് വിത്ത് അഭിനവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം ഒരു 6-ാം തീയതി ദുർഘടമായ ഒരു കോൾ പിടിക്കും എന്ന് ഒരു ചൊല്ലുണ്ട്. കർക്കിടക മാസത്തിൽ പൊതുവെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുകയും നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പരിപാലനാർത്ഥം ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. കർക്കിടക മാസത്തിലെ പറ്റി പറയുമ്പോൾ പ്രധാനമായും നാം അറിയേണ്ടത് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ഋതുചര്യയെ പറ്റിയാണ്. 6 ഋതുക്കളുണ്ട്: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷ, ശരത്, ഹേമന്തങ്ങൾ. കർക്കിടക മാസം എന്ന് പറയുന്നത് ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് സൂര്യൻ്റെ ചലനപഥം മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ പണ്ടുള്ളവർ പഞ്ഞമാസമായിട്ടും അതുപോലെ ആരോഗ്യം കുറയുന്ന ഒരു കാലഘട്ടമായിട്ടുമാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതചര്യ അല്ലെങ്കിൽ ആ ഋതുവിൽ നാം പാലിക്കേണ്ടതായിട്ടുള്ള ചര്യകളെ പറ്റിയും ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. വർഷ ഋതുചര്യ തന്നെയാണത്. വർഷ ഋതുചര്യ എന്ന് പറയുമ്പോൾ അതിൽ ആഹാരവും വിഹാരവും ഉൾപ്പെടും. ആഹാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ചൂടുള്ളതും അതുപോലെ ലഘുവായിട്ടുള്ളതും വളരെ പെട്ടെന്ന് ദഹിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ വിശപ്പിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ദഹനത്തെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ഔഷധക്കഞ്ഞി സേവിക്കുന്ന ഒരു പ്രവണത കേരളത്തിലെ കർക്കിടക മാസചര്യയിൽ നാം കണ്ടുവരുന്നു. അതിൽ കർക്കിടക കഞ്ഞി ഒരു പ്രധാന ഒരു ഇനമാണ്. കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നതിന് നമുക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് ഞവര അരിയാണ്. മറ്റ് ധാന്യങ്ങൾക്ക് കൂടെ തന്നെ പ്രധാനമായും ഞവരേരി ഉൾപ്പെടുത്താം. ഞവരേരി 100 ഗ്രാം ഞവരേരി ഉണ്ടെങ്കിൽ നമുക്ക് 10 ഗ്രാം ദശമൂലം, അതുപോലെ 10 ഗ്രാം ചെറുപയർ, പിന്നെ തിന, ജീരകം, ഉലുവ അങ്ങനെയുള്ള മറ്റ് ഔഷധ കൂട്ടുകൾ ചേർത്താണ് നാം കഞ്ഞി തയ്യാറാക്കുന്നത്. ചെറുപയർ 10 ഗ്രാം ചേർക്കാം. ഉലുവ അതുപോലെ തന്നെയുള്ള ഔഷധ കൂട്ടുകളും കൂടെ ചേർത്ത് തിളപ്പിച്ച് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം, ശർക്കര ചേർക്കാം. അങ്ങനെ മേമ്പൊടി ചേർത്ത് നമുക്ക് കുട്ടികൾക്കുൾപ്പെടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും സേവിക്കാവുന്നതാണ്. 1 ദിവസമോ 7 ദിവസമോ അല്ലെങ്കിൽ കർക്കിടക മാസം ഉടനീളം കഴിക്കാവുന്നതാണ്. 1 നേരമോ അല്ലെങ്കിൽ 2 നേരമോ സേവിക്കാം. പ്രത്യേകമായും മറ്റ് നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താതെ ശ്രമിക്കാം. പിന്നെ ധാരാളം വെള്ളം കുടിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥ ശരിയാവും വിധത്തിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം മഴക്കാലം കൂടുന്തോറും നമ്മൾ ജലാംശം നമ്മുടെ ശരീരത്തിൽ കുറയുന്ന ഒരവസ്ഥ. പ്രധാനമായും പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ നമ്മുടെ വാതപ്രകോപം ഉണ്ടാകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. വാതപ്രകോപം വരുന്നതോടൊപ്പം പിത്തദോഷത്തിൻ്റെ ചയവും ഉണ്ടാകുന്നു. അതുകൊണ്ട് വാതശാമകമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയും കൂടിയാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ശരീരത്തിൽ വാതം കോപിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ജലാംശത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പിത്തശാമകമായിട്ടുള്ള
ഭക്ഷണ പദാർത്ഥങ്ങളും ആഹാരവിഹാര രീതികളുമാണ് തുടർന്നു പോരേണ്ടത്. കർക്കിടക മാസത്തിൽ പൊതുവെ ആളുകൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു ചികിത്സയാണ് സുഖചികിത്സ എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതി. സുഖചികിത്സ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഓൾറെഡി സ്വസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് സ്വതവേ ഉണ്ടാകുന്ന അവരുടെ ബലം വർദ്ധിപ്പിക്കാനും ആ കർക്കിടക മാസമാകുമ്പോൾ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ആ ഒരു ബലക്കുറവിന് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബലം നിലനിർത്താനുമൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ സുഖചികിത്സയായിട്ട് കരുതപ്പെടുന്നത്. സുഖചികിത്സ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു രീതിയായിട്ട് കണ്ടുവരുന്നത് നമ്മൾ ഒരു ഫുൾ ബോഡി മസാജോ അല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ അഭ്യംഗം എന്ന് പറയും, എണ്ണ ഇട്ടിട്ടുള്ള തിരുമ്മൽ, അതാണ് മെയിനായിട്ടും ആളുകൾ സുഖചികിത്സയായിട്ട് കരുതുന്നത്. എന്നാൽ ചികിത്സ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ബാഹ്യമായിട്ട് മാത്രം ചെയ്യുന്ന ഒന്നല്ല. അത് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ക്ലെൻസിങ് കൂടി ആവശ്യമാണ്. അത് ഇൻറ്റേർണൽ ക്ലെൻസിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് ശരിക്കും ചികിത്സ എന്ന് പറയുമ്പോൾ സുഖചികിത്സ ചെയ്യേണ്ടത്. ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് നാം അതോടൊപ്പം തന്നെ വേണം സുഖചികിത്സ ചെയ്യാനായിട്ട്. അപ്പം ചികിത്സയെപ്പറ്റി പറയുമ്പോൾ അതിൽ നമുക്ക് സ്നേഹസ്വേദങ്ങൾ വരും, സ്നേഹനം, സ്വേദനം, അതിനുശേഷമാണ് പഞ്ചകർമ്മങ്ങളിലേക്ക് നാം കടക്കുന്നത്. സ്നേഹനവും സ്വേദനവും ഒരു ചികിത്സയ്ക്ക് മുൻപായിട്ട്, ഒരു പഞ്ചകർമ്മ ചികിത്സയ്ക്ക് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാഖകൾ, അതായത് നമ്മുടെ കയ്യിലും കാലിലും നമ്മുടെ അതായത് അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള ദോഷങ്ങളെ വിലയനം സംഭവിപ്പിച്ച് നമ്മുടെ വയറ് ഭാഗത്തേക്ക്, അതായത് കോഷ്ഠത്തിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ശോധന ചികിത്സ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം സ്നേഹസ്വേദങ്ങൾ ചെയ്ത്, സ്നേഹനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിലെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ, നമ്മുടെ ശരീരത്തിൽ എണ്ണയിട്ട് തടവുന്നതിനെ മാത്രമാണ് ആ സ്നേഹനമായിട്ട് പറയുന്നത്. സ്നേഹനം, അതോടൊപ്പം സ്വേദനം, നമ്മൾ സ്റ്റീം ബാത്ത് എല്ലാവർക്കും പരിചിതമാണ്. സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി നമ്മളൊരു സ്വേദന യന്ത്രത്തിലേക്ക് ഇറക്കുകയും പിന്നെ വിയർപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ സ്നേഹനത്തിന് സ്വേദനത്തിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചികിത്സകളിലേക്ക് കടക്കുന്നത്. സ്വേദനത്തിനകത്ത് തന്നെയാണ് പലതരം കിഴികൾ ഉൾപ്പെടുന്നത്. ചൂർണ്ണ കിഴികളുണ്ട്, അതുപോലെ തന്നെ ഇലക്കിഴികളുണ്ട്, അങ്ങനെ പലതരം ആവിക്കിഴികളുണ്ട്. അങ്ങനെ കിഴി വയ്ക്കുന്നതും ഈ സ്വേദനത്തിനകത്ത് വരുന്ന ഒരു ചികിത്സയാണ്. അതിനുശേഷമാണ് മറ്റ് പഞ്ചകർമ്മങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ അത് ഓരോ രോഗികളുടെ അവസ്ഥയ്ക്കനുസരിച്ച് 3 ദിവസമോ 5 ദിവസമോ 7 ദിവസമോ എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചും രോഗത്തിൻ്റെ കാഠിന്യമനുസരിച്ചും വൈദ്യന് നിർദ്ദേശിക്കാവുന്നതാണ്. കർക്കിടക സമയത്ത് നമുക്ക് വീടുകളിൽ തന്നെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ ആചാര്യന്മാർ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഹാരത്തിനകത്ത് നമ്മുടെ പാനത്തിനായിട്ടാണെങ്കിലും അതുപോലെ ഭക്ഷണത്തിനായിട്ടാണെങ്കിലും തേൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അതായത് നമ്മൾ ഭക്ഷണത്തിലും പാനത്തിലും അതുപോലെയുള്ള നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടാണെങ്കിലും തേൻ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. തേൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ചൂടോടുകൂടി തേൻ സേവിക്കരുത്. ചൂടുവെള്ളത്തിലേക്ക് തേൻ ഇട്ട് ഇളക്കി ഒക്കെ വെയിറ്റ് ലോസിനൊക്കെ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യുന്നത് ഒരു വിരുദ്ധമായിട്ടാണ് പറയപ്പെടുന്നത്. അത് ഉള്ളിലേക്ക് ചെന്നാൽ വിഷത്തിന് തുല്യമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തേൻ, നെയ്യ് ഒരേ അളവിൽ സമം ചേർത്ത് കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതല്ല. പിന്നെ നമുക്ക് പുളിയുള്ളതും അതുപോലെ ഉപ്പുള്ളതും എണ്ണമയമുള്ളതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ആചാര്യന്മാർ പറയുന്നു. കാരണം അത് വാതത്തെ ശമിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നീട് പ്രധാനമായും കഴിക്കേണ്ട ധാന്യങ്ങളെ പറ്റി പറയുന്നു. ഗോതമ്പ്, അരി, ബാർലി മുതലായ ധാന്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് പറയുന്നു. യൂഷം അല്ലെങ്കിൽ സൂപ്പ് കുടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ചെറുപയർ, മുതിര, അതുപോലെ മറ്റ് നമ്മുടെ വിശപ്പിനെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സൂപ്പ് കുടിക്കാം, സൂപ്പ് ശീലിക്കാം ഈ സമയത്ത്. പിന്നെ മാംസാഹാരം കഴിക്കരുത് എന്ന് ആചാര്യന്മാർ പറയുന്നില്ല. ജാങ്കല മാംസം, അതായത്
വാദം കൂടുതലായിട്ട് ഉള്ള ഭൂമിയിലുള്ള മാംസമുള്ള ആഹാരങ്ങൾ, അതായത് ലഘുവായിട്ടുള്ളതും ഹൃദ്യമായിട്ടുള്ളതുമായ മാംസം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പഞ്ചകോല ചൂർണം ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ ദഹനത്തെ വർദ്ധിപ്പിക്കുകയും നമ്മുടെ അഗ്നി ദീപ്തി ഉണ്ടാക്കുക. അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ്, ദഹനം എന്നുള്ളവയെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പഞ്ചകോല ചൂർണം കഴിക്കുന്നത് വളരെ നല്ലതാണ്. മഴക്കാലമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല പല അസുഖങ്ങളുള്ള സമയമാണ്. അപ്പോൾ ജലം കഴിവതും തിളപ്പിച്ചാറിച്ച് ജലം കുടിക്കാൻ അന്നേ തന്നെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വീടുകളിൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് കർക്കിടക മാസമാകുമ്പോൾ വീടുകളിൽ എന്തൊക്കെ ചെയ്യാമെന്ന് ശ്രദ്ധിക്കാം. പത്തില തോരനെ പറ്റി പറയുന്നുണ്ട്. പത്തിലകൾ എന്ന് പറയുമ്പോൾ പ്രാദേശികമായും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന 10 കൂട്ടം ഇലകൾ വെച്ചിട്ടുള്ള തോരനാണ്. സാധാരണഗതിയിൽ നമുക്ക് എന്തൊക്കെ ഇലകൾ ഉപയോഗിക്കാമെന്ന് നോക്കാം. താള്, തകര, വെള്ളരിയില, മത്തനില, മറ്റ് പലതരം ചീരകൾ ഒക്കെ നമുക്ക് പത്തിലകൾക്കായിട്ട് ഉപയോഗിക്കാം. കഴിവതും ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരില എന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയാണ്. നമുക്കറിയാം, പണ്ടുള്ളവർ പറയും കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഉപയോഗിക്കരുതെന്ന്. അതിൻ്റെ കാരണം എന്തെന്നാൽ കർക്കിടക മാസത്തിൽ ആ വേരുകളിൽ ഉണ്ടായിരുന്ന അതിൻ്റെ വിഷാംശം അതിൻ്റെ തണ്ടുകളിലൂടെ ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് മുരിങ്ങയില ഒഴികെയുള്ള പത്തിലകളാണ് പത്തില തോരനകത്ത് ഉപയോഗിക്കാവുന്നത്. അങ്ങനെ പത്തില തോരൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ അഗ്നി നമ്മുടെ വിശപ്പിനെ വർദ്ധിപ്പിക്കും, ദഹന പ്രക്രിയ ശരിയാക്കും. അതുപോലെയുള്ള കൂടുതലും ആൻറ്റി ഓക്സിഡൻസും ഫൈബർ റിച്ചുമായിട്ടുള്ളതാണ് ഈ പത്തില തോരൻ എന്ന് പറയുന്നത്. വളരെ ആരോഗ്യപ്രദമായ ഒരു ഡിഷാണ്. പഞ്ചഗവ്യം, അതായത് പഞ്ചഗവ്യം എന്ന് പറയുന്നത് നെയ്യാണ്. അത് സേവിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. മുക്കുടി സേവ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രീതി നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ അഷ്ടചൂർണം മോരിനകത്ത് മിക്സ് ചെയ്ത് ആഹാരത്തിന് മുമ്പ്, ഉച്ചയൂണിന് മുമ്പും അതുപോലെ വൈകുന്നേരവും നമുക്ക് സേവിക്കാം. മഴയുടെ ആധിക്യം ഉള്ളതുകൊണ്ടാകാം ആചാര്യന്മാർ കൂടുതലും നമ്മളോട് ചൂടുള്ള ഒരു അന്തരീക്ഷം വീടിനകത്ത് നിലനിർത്താനായിട്ട് പറയുന്നുണ്ട്. അതായത് വീടിനകത്ത് നമുക്ക് പുകയ്ക്കാം. അതായത് ഔഷധ ഗുണങ്ങളുള്ള അപരാജിത ധൂപം, കുന്തിരിക്കം ചേർത്ത് പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. അണുബാധകളൊക്കെ തടയാനായിട്ടും, അതായത് ഈ സമയത്ത് മഴക്കാലമാകുന്ന സമയത്ത് പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ, പനികൾ അങ്ങനെയുള്ളത് കൂടുതലായതുകൊണ്ടാകാം അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. കൂടുതലായും നമുക്ക് അത് ഒരു 20 മിനിറ്റ് നേരം നമ്മുടെ മുറികളിൽ ഈ കുന്തിരിക്കം ചേർത്ത് പുകയ്ക്കുന്നത് വളരെ അഭികാമ്യമാണ്. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലും നനവുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് സമയം നിൽക്കാതിരിക്കുക. അത് വാതവർദ്ധനത്തിന് കാരണമാണ്. ചെരുപ്പിടാതെ ചുറ്റുപാടും ഇറങ്ങി നടക്കാതിരിക്കുക. ഈ ഒരു കർക്കിടക മാസം ഈ ഒരു സമയത്ത് പകലുറങ്ങാൻ പാടില്ല. അമിതമായിട്ടുള്ള വ്യായാമവും ഈ ഒരു സമയത്ത് നാം അവോയ്ഡ് ചെയ്യണം. കാരണം വ്യായാമം കംപ്ലീറ്റ് ആയിട്ടും പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമത്തിനെ പകുതിയോ നമ്മുടെ ബലത്തിനനുസരിച്ചോ ആക്കി ചുരുക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിവതും ഈ ഒരു സമയത്ത് ആചാര്യന്മാർ ബ്രഹ്മചര്യം പാലിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്ന അവസ്ഥയായതുകൊണ്ട്. നാം ഇപ്പോൾ പ്രതിപാദിച്ച ഓരോ കാര്യങ്ങളും കർക്കിടക മാസത്തിലെ നാം പാലിക്കേണ്ട ചര്യകളാണ്. ഇങ്ങനെയുള്ള കർക്കിടക മാസ ചര്യ പാലിക്കുന്ന ഒരാൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും മറ്റുള്ള അസുഖങ്ങളൊന്നും പിടിപെടാതെ ആരോഗ്യവാനായി ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാനും സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്.